Hello friends, welcome to Everything Happiness channel. I am Captain Grandmaster ഷാജി മാത്യു. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഒരു പുതിയ സബ്ജക്റ്റിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഗ്രീൻലാൻഡ് ഡിസ്പ്യൂട്ടിനെ പറ്റിയാകട്ടെ. ഗ്രീൻലാൻഡ് തർക്കം എന്താണ്? ഈ ഗ്രീൻലാൻഡ് തർക്കം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഉത്തരാർദ്ധഗോളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രീൻലാൻഡ് ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്നതായ ഒരു ഭൂപ്രദേശമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ഗ്രീൻലാൻഡ് ലാൻഡ് വളരെ പുരാതന കാലം മുതൽ അവിടെ ആളുകൾ താമസിച്ചിരുന്നതാണ്. കാലാവസ്ഥയുടെ കാഠിന്യം നിമിത്തം ഗ്രീൻലാൻഡ് താമസം, സെറ്റിൽമെൻറ്റ് വളരെ നാരോ ആണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഗ്രീൻലാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഗിഫ് ഗ്യാപ്പ്. അതായത് ഗ്രീൻലാൻഡ്, UK, ദിസ് ഗ്യാപ്പ് ആർട്ടിക്കിൽ നിന്ന്, മുകളിൽ നിന്ന്, ഏരിയയിൽ നിന്ന് അറ്റ്ലാന്റിലേക്ക് കടക്കാനുള്ളൊരു കവാടമാണ് ഈ പ്രദേശം. അപ്പോൾ സ്ട്രാറ്റജിക്കായിട്ട്, സൈനികപരമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ ഗ്രീൻലാൻഡ്. ഈ പ്രദേശം സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനൊരു മോഹം. ഗ്രീൻലാൻഡ് സ്വന്തമാക്കി കഴിഞ്ഞാൽ നോർത്തേൺ ഭാഗത്തു നിന്ന് വരുന്ന കപ്പലുകളും ഷിപ്പുകളും ഒക്കെ നിരീക്ഷിക്കാം. അത് അമേരിക്കേൻ്റെ ഭാവി ഒന്നും കൂടെ സുരക്ഷിതമാക്കും. ഉദാഹരണത്തിന്, നോർത്തിൽ കൂടെ വരുന്ന റഷ്യൻ കപ്പലുകളെയും, ആർട്ടിക് റീജിയനിൽ കൂടെ വരുന്ന റഷ്യൻ കപ്പലുകളെയും, ചൈനീസ് കപ്പലുകളെയും, അതേപോലെ അറ്റ്ലാന്റിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്ക് പോകുന്ന യൂറോപ്യൻ യൂണിയൻ കപ്പലുകളെയും, റഷ്യൻ കപ്പലിനെയും, ചൈനീസ് കപ്പലുകളെയും ഒക്കെ നിരീക്ഷിക്കാം. കടലിൽ കൂടെയും ആകാശത്തിൽ കൂടെയും, ബൈ എയർ ആസ് വെൽ ആസ് ഫ്രം ദി സീ. അതാണ് അമേരിക്കയുടെ ഒരു മോഹം. ഓൾറെഡി അമേരിക്കയുടെ തൂലി എയർബേസ് അവിടെയുണ്ട്. അത് മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ്. റഷ്യയിൽ നിന്ന് വരുന്ന മിസൈലുകളെ വാച്ച് ചെയ്യാനും, അണുവായുധ യുദ്ധങ്ങളെ തടയാനും, മിസൈലുകളെയും പ്ലെയിനുകളെയും വിമാനങ്ങളെയും വാച്ചിന് വേണ്ടിയിട്ടുള്ള അമേരിക്കയുടെ ഒരു അതിശക്തമായ ബേസ് ഓൾറെഡി അവിടെ ഗ്രീൻലാൻഡിൽ ഉണ്ട്. അപ്പം ഈ ഗിഫ്റ്റ് ഗ്യാപ്പ്, ഗ്രീൻലാൻഡ്, ഐസ്ലാൻഡ് ആൻഡ് UK ഗ്യാപ്പ്, ഇത് കൺട്രോൾ ചെയ്യുക. അതോടൊപ്പം തന്നെ റെയർ എർത്ത് മിനറൽസ് ധാരാളമായിട്ട് ഗ്രീൻലാൻഡിൽ ഉണ്ട്. അതിൻ്റെ വ്യാവസായിക നിയന്ത്രണം, അതും കൂടെ അമേരിക്കയ്ക്ക് നോട്ടമുണ്ട്. അതാണ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുമെന്ന് അമേരിക്ക പറയുന്നത്. ഗ്രീൻലാൻഡ് ഒരുപാട് ഭൂവിസ്തൃതിയുണ്ട്, ധാരാളം മിനറൽസ് ഉണ്ട്. ഒരു രാജ്യം ഫിഷിംഗ് കൊണ്ടും മീൻപിടുത്തം കൊണ്ടും മീൻപിടുത്ത വ്യവസായങ്ങൾ കൊണ്ടും സമ്പന്നമായിട്ടുണ്ടെങ്കിൽ അതിലൊരു രാജ്യമാണ് ഗ്രീൻലാൻഡ്. പുരാതന കാലം മുതൽ ആളുകൾ മീൻ പിടിച്ചും വെയിൽ ഫിഷിങ്ങും സീൽ ഫിഷിങ്ങും പിടിച്ചും, അതോടൊപ്പം വളരെ ഹാർഷായുള്ള ക്ലൈമറ്റിനെ അതിജീവിച്ചാണ് അവിടെ ജീവിച്ചു വന്നിരുന്നത്. അങ്ങനെ പ്രാചീന കാലം മുതൽ ഒരുപാട് പുരാതന ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. വൈക്കിങ്ങൾ വന്നാണ് വീണ്ടും ഒരു സെറ്റിൽമെൻറ്റ് അവിടെ ഉണ്ടായത്. വൈക്കിങ്ങൾ വളരെ ഹാർഡായി ജീവിക്കാൻ പഠിച്ചവരായിരുന്നു. ഏകദേശം 500 വർഷങ്ങളോളം വൈക്കിങ്ങൾ അവിടെ താമസം ഉറപ്പിച്ചു. പക്ഷേ വൈക്കിങ്ങൾ കാലക്രമേണ ഐസ് ഏജിന് മാറ്റം വരികയും ഗ്രീൻലാൻഡിലെ ഐസ് തിക്കാകുകയും ക്ലൈമറ്റ് ഹാർഷാകുകയും ചെയ്തതോടുകൂടി വൈക്കിങ്ങൾ പെരിഷാകുകയാണ് ചെയ്തത്. വൈക്കിങ്ങൾ ഗ്രീൻലാൻഡ് ഉപേക്ഷിച്ച് യൂറോപ്പിലേക്ക് പോവുകയോ, രോഗവും ഹാർഷ് ക്ലൈമറ്റ് മൂലം, കാലാവസ്ഥാ വ്യതിയാനം മൂലം നാശോന്മുഖമായി. അതിനുശേഷം കുറേ കാലം സെറ്റിൽമെൻ്റ് ഒന്നുമില്ല. പഴയ ആദിവാസി ഒറിജിനുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് ആണ് ഡെൻമാർക്കിനൊരു മോഹം ഉദിച്ചത്. ഗ്രീൻലാൻഡ് ഒരു കോളനിയാക്കാം, ഗ്രീൻലാൻഡ് കയ്യേറാം. അങ്ങനെ
ഗ്രീൻലാൻഡ് ഡെൻമാർക്ക് ഒരു കോളനിയാക്കി എടുത്തു. അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിൻ്റെ അധീനത്തിലായിരുന്നു. അപ്പോൾ ഡെൻമാർക്കിൽ നിന്ന് ധാരാളം ധനസഹായവും ക്രിസ്ത്യൻ റിലീജിയൻ അവിടെ വേരൂന്നുകയും ക്രിസ്ത്യാനിയിലേക്ക് മാറുകയും ധാരാളം സ്കൂളുകളും ആശുപത്രികളും ഹോസ്പിറ്റലുകളും ട്രേഡും ഒക്കെ നടന്ന് ഗ്രീൻലാൻഡ് ഫ്ലോറിഷായി, അഭിവൃദ്ധി പ്രാപിച്ചു. എങ്കിലും ഇപ്പോഴത്തെ ഗ്രീൻലാൻഡ് ജനസമൂഹം വളരെ വളരെ കുറവാണ്. ഏതാണ്ട് 56,000 ആളുകളെ അവിടെ ആകപ്പാടെ ഉള്ളൂ. എങ്കിലും അവർ വളരെ പ്രൗഡാണ്. അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം. ഏകദേശം മുഴുവൻ ആളുകളും ഇൻഡിപെൻഡൻസിന് അനുകൂലമാണ്. 56,000 പേരെ ഉള്ളെങ്കിലും അവർക്ക് ഗ്രീൻലാൻഡ് അവരുടെ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൽ ഏകദേശം സ്വയംഭരണാവകാശം തന്നെയാണുള്ളത്. ഡിഫൻസും ഫോറിൻ റിലേഷൻസും മാത്രമേ ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ കയ്യിലുള്ളൂ. അമേരിക്കൻ പ്രസിഡൻറ്റ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ ഡിഫൻസ് സ്ട്രാറ്റജി വേൾഡ് കൺട്രോൾ ചെയ്യാനുള്ള ഈ GI-UK ഗ്യാപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിലിറ്ററി സ്ട്രാറ്റജിക് പോയിൻ്റായിട്ട് ഒന്ന് കാണുന്നു. രണ്ടാമത്തെ കാര്യം, ധാരാളം റയർ എർത്ത് മിനറൽസ്, അത്യപൂർവമായ മൂലകങ്ങൾ ധാരാളമായി ഗ്രീൻലാൻഡിലുണ്ട്. അതിൻ്റെ യൂട്ടിലൈസേഷനാണ് അമേരിക്ക നോക്കുന്നത്. അങ്ങനെ അമേരിക്ക ഗ്രീൻലാൻഡ് ബൈ ഫോഴ്സ് പിടിച്ചെടുക്കില്ല എന്ന് പറയുന്നു. എങ്കിലും ട്രേഡ് എംബാർഗോയും ഇപ്പോൾ താരിഫ് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് യൂറോപ്യൻ യൂണിയനിൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുവാനുള്ള സാധ്യതകളിലേക്കാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്. പക്ഷേ ഇതിന് യൂറോപ്യൻ യൂണിയന് ചന്നം ഭിന്നമാകുമോ ആണ് എന്നാണ് ഇപ്പോഴത്തെ സംശയം. ഈ യൂറോപ്യൻ യൂണിയൻ, നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, നാറ്റോയുടെ മെയിൻ ഫിനാൻഷ്യൽ കോൺട്രിബ്യൂട്ടർ അമേരിക്കയാണ്. അമേരിക്ക നാറ്റോയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നാറ്റോയുടെ ഭാവി എന്താവും എന്നുള്ളത് കണ്ടറിയണം. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് തന്നെ ഗ്രീൻലാൻഡും വിട്ടുനിന്നു. യൂറോപ്യൻ യൂണിയൻ ഗ്രീൻലാൻഡ് വേർപെട്ടു. കാരണം അവർക്ക് ഫിഷിംഗ് റൈറ്റ് വേണം. അവരുടെ മെയിൻ ഇൻഡസ്ട്രിയാണ് ഫിഷിംഗ് ഇൻഡസ്ട്രി. മത്സ്യബന്ധനവും മത്സ്യബന്ധന അനുകൂല ബിസിനസ്സുമാണ് അവിടെ മെയിനായിട്ടുള്ളത്. വളരെ എക്കോ സെൻസിറ്റീവായിട്ടുള്ള പ്രകൃതി രമണീയമായ അവിടെ ഗ്രീൻലാൻഡിൻ്റെ ഭാവി ഇനി ധാരാളം ടൂറിസത്തിലും ആളുകളെല്ലാം ഇപ്പോഴത്തെ മോഡേൺ കമ്മ്യൂണിക്കേഷനും മോഡേൺ ട്രാവലിങ്ങിലുമൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ ഉള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഗ്രീൻലാൻഡ്. അങ്ങനെ തന്ത്രപരമായി ബിസിനസ് കണ്ണാണ് ഓൾറെഡി ട്രംപിൻ്റെ കയ്യിലുള്ളത്. യൂറോപ്യൻ യൂണിയൻ ശക്തിയുക്തമായി എതിർക്കുന്നു. അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഏതാണ്ട് 1 കോടി രൂപ വെച്ച് കൊടുക്കാമെന്ന് ട്രംപ് ഓൾറെഡി അനൗൺസ് ചെയ്തു. എങ്കിലും അത് വേണ്ടെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ലോകം 2 ശാക്തിക ചേരികളിൽ ഇപ്പോൾ ആകെ ഡിസ്പ്യൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി തൂലി എയർവേസ് അമേരിക്ക അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. 1939 മുതൽ 1945 വരെയുള്ള 2ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി ഡെൻമാർക്കിനെ പിടിച്ചെടുക്കുകയും ഗ്രീൻലാൻഡിൽ അവകാശം ഉന്നയിക്കുകയും ചെയ്തപ്പോൾ ഗ്രീൻലാൻഡിനെ രക്ഷിച്ചു നിർത്തിയത് അമേരിക്കൻ സേനയാണ്. അമേരിക്ക അവിടെ ബേസ് തുടങ്ങി ഗ്രീൻലാൻഡ് ജനതയെ സംരക്ഷിച്ചു. US പ്രസിഡൻറ്റിന് അത് കാരണം ആർക്കൊന്നും അധികം പറയാൻ പറ്റില്ല അമേരിക്ക കൈയേറി കഴിഞ്ഞു കഴിഞ്ഞാൽ. അമേരിക്കയുടെ ബേസ് വന്നതിന് ശേഷം ധാരാളം പുരോഗതി അവിടെ ഉണ്ടായി. ധാരാളം ന്യൂ ടെക്നോളജിയും മൈനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ജനങ്ങൾ സമ്പൽ സമൃദ്ധമായി പുരോഗതി കൈവരിക്കാൻ തുടങ്ങി. എങ്കിലും ഡെൻമാർക്കിൻ്റെ സബ്സിഡി കൊണ്ടാണ് അവിടെ സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ ഒരു നടന്നു പോകുന്നത്. ഫിഷിംഗ് വ്യവസായവും കൊണ്ട് മാത്രം കഴിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ വളരെയധികം ആളുകൾ കുറഞ്ഞിട്ടുള്ള ഈ 56,000 പേരുള്ള അതിൽ വളരെയധികം യുവജനങ്ങളും മറ്റുള്ളവരുമൊക്കെ പുതിയ ഹൊറിസോൺ ചക്രവാളങ്ങൾ തേടി ഡെൻമാർക്കിലേക്കും
മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോയി ജനസംഖ്യ ശോഷണം ഒരു മെയിൻ വസ്തുതയാണ്. അമേരിക്ക പിടിച്ചെടുക്കുകയാണെങ്കിൽ ധാരാളം ടൂറിസം ഗ്രോ ആവും, വളരും, ഫോറിൻ എക്സ്ചേഞ്ചും ബിസിനസ്സും നടക്കും. സെറ്റിൽമെൻറ്റിന് ആളുകൾ ലോകത്ത് ഇഷ്ടം പോലെയുണ്ട്, വന്ന് സെറ്റിലായിക്കോളും. അവിടുന്ന് കുറേ പേര് പുറത്തേക്ക് പോകുമ്പോൾ വേറെ ഉള്ള ഏഷ്യൻ വംശജരും മറ്റുള്ളവരും വന്ന് ധാരാളമായി കുടിയേറിക്കോളും. അതിനൊന്നും ഒരു പ്രശ്നമില്ല. എങ്കിലും യൂറോപ്യൻ യൂണിയൻ അവരുടെ എല്ലാവരും കൂടി ഒരു ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി, അവരുടെ ഒരു ഈഗോ ഇപ്പോൾ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും യൂറോപ്യൻ യൂണിയൻ അമേരിക്കയോട് ഏറ്റുമുട്ടാൻ പറ്റുമോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് $30 ട്രില്യൺ സൈനിക ബലവും അതിശക്തമായ സൈനിക ബലവും സാമ്പത്തികവുമുള്ള അമേരിക്ക യൂറോപ്യൻ യൂണിയൻ എല്ലാം കൂടി ഒരു ലോകമഹായുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ എംബാർഗോയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് മൊത്തം ലോകത്തിന് തന്നെ ഒരു വളരെയധികം ബുദ്ധിമുട്ടായിത്തീരും. എന്താണേലും അമേരിക്കയുടെ അവകാശവാദവും യൂറോപ്യൻ യൂണിയൻ്റെ എതിർവാദവും ഒക്കെ കണ്ട് ചൈനയും റഷ്യയുമൊക്കെ നോക്കിയിരിക്കുകയാണ്. അവർക്കാണ് ഇതിൻ്റെ മെയിൻ എഫക്റ്റ് വരുന്നത്. എന്തൊക്കെയാണെങ്കിലും ലോകം സമാധാനത്തിലേക്ക് പോകട്ടെ. സെറ്റിൽമെൻറ്റോ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിൻ്റെ മറ്റുള്ള ലോക ആളുകളെ ബാധിക്കാതെ സമാധാനമായി പോകട്ടെ എന്ന് നമുക്ക് കരുതാം. ഇപ്പോൾ അമേരിക്ക ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിൻ്റെ വേറൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക താപനം മൂലം ഗ്രീൻലാൻഡിലെ ഐസ് ഏജൊക്കെ പോയി ഇപ്പോൾ വെള്ളമൊക്കെ ഉരുകി പുതിയൊരു നോർത്തേൺ സീ ചാനൽ രൂപപ്പെടുകയാണ്. അപ്പോൾ ധാരാളം ട്രേഡ് യൂറോപ്പിൽ നിന്നും അറ്റ്ലാന്റിലേക്കും ഏഷ്യയിലേക്കും ഒക്കെ നടത്താനും ഒക്കെ ആയിട്ടുള്ള ലോക ബിസിനസ് ട്രേഡ് റൂട്ട് തെളിയുകയാണ്. അതാണ് ഇപ്പോഴത്തെ മിക്ക കാര്യം. അതോടൊപ്പം ടൂറിസം, റയർ എർത്ത് മിനറൽസ് ചൈനയെ ആശ്രയിക്കാതെ അവിടെ നിന്ന് ഖനനം ചെയ്യാം. അമേരിക്കയുടെ എക്കോണമി വലുതാവും. ഒരുപാട് ഭയങ്കരമായ ഭൂപ്രദേശമാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ അമേരിക്കയുടെ സ്ട്രാറ്റജിക് തന്ത്രം, ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രം. ഡെൻമാർക്കിനും സെയിം എഫക്റ്റാണ്. പക്ഷേ ഡെൻമാർക്കിന് ഇപ്പോൾ കയ്യിൽ നിന്ന് ഗ്രീൻലാൻഡിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധാരാളം ടാക്സ് പേയേഴ്സിൻ്റെ പൈസ ഗ്രീൻലാൻഡിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ആ ടെറിട്ടറി അവർക്കും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഡിഫൻസ് ആൻഡ് ഫോറിൻ റിലേഷൻസ് അവരുടെ കയ്യിലാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ. ഐ ആം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഔട്ട്.